കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ക്രിക്കറ്റിൽ നടക്കണേ. ഇന്നത്തെ വാർത്ത കേട്ടോ, ബംഗ്ലാദേശും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫസ്റ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശ് 9 വിക്കറ്റിന് ജയിച്ചു. വിശ്വസിക്കാൻ പറ്റുമോ? അതും ഓസ്ട്രേലിയയുടെ അടുത്ത് ഓസ്ട്രേലിയയിൽ വെച്ച്. 2003 ലാസ്റ്റ് ബംഗ്ലാദേശ് ഓസ്ട്രേലിയ ഒന്ന് കളിച്ചത്. അന്ന് 8 നിലയിൽ പൊട്ടിപ്പോയി ബംഗ്ലാദേശ്. ഇന്നിങ്സിനും നല്ല റൺസിനൊക്കെയാണ് ഓസ്ട്രേലിയ അന്ന് ജയിച്ചത്. 2-0 സീരീസ് വൈറ്റ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ കളിക്കാൻ വന്നപ്പോഴേ ഉള്ള അവസ്ഥ നോക്കി. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം കിടികിടിലും ടീം. ബൗളേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ് കമ്മിൻസ്, നാഥൻ ലയൺ, മിച്ചൽ ഷാർക്ക്, അതുപോലെ തന്നെ ഹൈസൽവുഡൊക്കെയാണ്. എല്ലാ പ്രമുഖ ബൗളേഴ്സും ഉണ്ടായിരുന്നു. ബാറ്റിംഗ് നിരയാണെങ്കിൽ സ്മിത്തൊക്കെ ഉള്ള കിടുകിടലും ബാറ്റിംഗ് ഇതും. എന്നിട്ട് ഉൾപ്പെടെ കളി വരുന്നു. കളിയിലേക്ക് വരാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 198 റൺസിന് ആദ്യത്തെ ദിവസം തന്നെ ഓൾ ഔട്ടായി. രണ്ടാമത് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിൽ 426 റൺസ് എടുത്തു. സെക്കൻഡ് ഇന്നിങ്സിൽ ഓസ്ട്രേലിയ ഇന്ന് 284 റൺസിന് ഓൾ ഔട്ടായി. 57 റൺസിന് ലീഡ്. അത് ബംഗ്ലാദേശ് ഈസിയായിട്ട് അടിച്ചെടുത്തു. 23 വർഷത്തിന് ശേഷമുള്ള ഒരു ഗംഭീര വിജയം. ഇത് വല്ലാത്തൊരു ഇതായി പോയിട്ടോ. എന്താ വെച്ചാൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടീമുകളൊന്നും അത്ര ചില്ലറക്കാരല്ല. അതിനുദാഹരണമല്ലേ അയർലൻഡ് T20 ഇന്ത്യനെ 2-0 വൈറ്റ് വാഷ് അടിച്ചത്. എന്തൊക്കെ പറയും, ഇതൊരു വല്ലാത്ത വിജയം തന്നെയായിരുന്നു. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 തിരിച്ചുവരവാണ് അവർ നടത്തിയേക്കണേ. പിന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ ഓസ്ട്രേലിയയുടെ ഈ തോൽവി ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ലിസ്റ്റിൽ ഓസ്ട്രേലിയ 1ാം സ്ഥാനത്താണ്, ഇന്ത്യയുടെ 5ാം സ്ഥാനത്താണ് നിൽക്കണേ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഇന്ത്യക്ക് വരുന്ന ടെസ്റ്റുകളും ശ്രീലങ്കയുടെ ടെസ്റ്റും ന്യൂസിലാൻഡായിട്ട് വരുന്നതും ഓസ്ട്രേലിയക്കാരുടെ ടെസ്റ്റുകളൊക്കെ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യും. എന്തൊക്കെയായാലും ഇന്നത്തെ ഒരു വിജയം ഒരു അട്ടിമറി വിജയം തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ. ഇന്ത്യയുടെ ടെസ്റ്റ് എന്താവുന്നത് നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്